496. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2017 ഒരു ചോദ്യം ഉണ്ടായിരുന്നു. USSന്റെ ചോദ്യം 2017 ചോദ്യം വന്നത്. 496 ആയിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു. ചോദ്യം ഇതായിരുന്നു, what is the sum of the factors of 496 except 496? 496 ഒഴികെ 496ന്റെ ഘടകങ്ങളുടെ തുക എത്ര എന്നായിരുന്നു ആ ചോദ്യം. 496 ഒഴികെ 496ന്റെ ഘടകങ്ങളുടെ തുക എത്ര? ആൻസർ 496 തന്നെയാണ്. കാരണം ഇങ്ങനെ ചില നമ്പേഴ്സ് പഠിക്കുന്നുണ്ട്. 6, 28, 496, 8128, 6, 28, 496, 8128. ഈ നമ്പേഴ്സ് എങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ അങ്ങോട്ട് നമ്പേഴ്സ് ഉണ്ട്, പക്ഷെ ഇത്തരം നമ്പേഴ്സിന് ഒരു പ്രത്യേകത, ഇതിന്റെ ഫാക്ടേഴ്സ് 6ന്റെ ഘടകങ്ങൾ 1, 2, 3, 6 ആണെങ്കിൽ 6നെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ 6 ലഭിക്കുന്നു. അപ്പം ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക ആ സംഖ്യ തന്നെ ലഭിക്കുന്നു. അത്തരം സംഖ്യകൾക്കാണ് നമ്മൾ പറയുന്നത് പെർഫെക്റ്റ് നമ്പർ. മലയാളത്തിൽ അതിന് അനഘസംഖ്യ എന്ന് പറയും, അല്ലെങ്കിൽ പരിപൂർണ സംഖ്യ, അല്ലെങ്കിൽ സമ്പൂർണ്ണ സംഖ്യ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സാധനമാണ് ഈ പെർഫെക്റ്റ് നമ്പർ. 6, 28 അതിൽ വരുന്നതാണ്. നിങ്ങൾ 28ന്റെ ഫാക്ടേഴ്സ് ഒന്ന് എഴുതി നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് 28ന് ലഭിക്കുന്നത് കാണാം. 28 ഫാക്ടേഴ്സ് ആർ 1, 2, 4, 7, 14 and 28. അതിൽ 28നെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഘടകങ്ങൾ കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് ഇത് 28 തന്നെയാണ് ലഭിക്കുക. സോ what is the sum of the factors of 28 except 28? That is 28. അപ്പോൾ അവിടെ അത്തരം ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടി ചോദ്യത്തിൽ തന്നെ ഉത്തരം കാണും. അല്ലെങ്കിൽ ഈ കണക്കിന് അങ്ങനെ തന്നെയാണ്. പല ചോദ്യങ്ങളുടെയും ഉത്തരം ചോദ്യങ്ങളിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം കണക്കിന് അങ്ങനെ ഒരു വിശേഷമുണ്ട്. ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. അതിനിടക്ക് പെർഫെക്റ്റ് നമ്പർ പറയുമ്പോൾ ഡെഫിഷ്യൻ നമ്പറും അതേപോലെ അബൻഡന്റ് നമ്പറും പറഞ്ഞേ മതിയാവും. അത് പറയാം. അതിനിടക്ക് ഒരു ചോദ്യം കൂടി തരികയാണ്. ചോദ്യം ഇതാണ്, 5 ഘടകങ്ങൾ, 5 ഫാക്ടേഴ്സ്, 5 ഘടകങ്ങൾ മാത്രമുള്ള, 5 ഫാക്ടേഴ്സ് മാത്രമുള്ള, ഘടകങ്ങൾക്കുള്ള ഇംഗ്ലീഷ് വാക്കാണ് ഫാക്ടേഴ്സ്. 5 ഘടകങ്ങൾ മാത്രമുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ടൈപ്പ് ചെയ്തോളൂ. Which is the least number having 5 factors? Which is the least number having 5 factors? 5 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യ ഏതാണ്? നിങ്ങൾ ടൈപ്പ് ചെയ്തത് ശരിയാണ്. ഈ ദേവനന്ദ, കുട്ടികൾ ടൈപ്പ് ചെയ്ത ആൻസർ എത്രയാണ്? കുട്ടികൾ ടൈപ്പ് ചെയ്ത ആൻസർ പറയുന്നത് ദേവനന്ദ. കേൾക്കാമോ ദേവനന്ദയ്ക്ക്? ആ കുട്ടി മാത്രം ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയണം. ദേവനന്ദ, കുട്ടികൾ ടൈപ്പ് ചെയ്ത എത്ര? ഈ 4 കുട്ടി, ഞാൻ പേര് വയ്ക്കുന്ന 4 കുട്ടികൾ എന്നിട്ട് പേര് മൈക്ക് ഓൺ ചെയ്ത് മറുപടി പറയണേ. ദേവനന്ദ, വൈഗ, ഇത്ര കുട്ടി, രുദ്ര കേൾക്കാമോ? യെസ്. രുദ്രയുടെ ഫോൺ അവിടെ നല്ല ക്ലിയർ ആണ്. അപ്പൊ രുദ്രയോട് ചോദിക്കാം. രുദ്ര, കുട്ടികൾ ടൈപ്പ് ചെയ്ത് എത്രയാണ്? 16, 16 ആണ്. ഈ 16 എന്ന സംഖ്യക്കും ആടെ ഒരു വിശേഷമുണ്ട് പറഞ്ഞാൽ. 1, 4, 9, 16, 25, 36 ഈ നമ്പേഴ്സിന് എന്താണ് പറയാറ് രുദ്ര? പെർഫെക്റ്റ് നമ്പർ ഒന്നല്ല ഇത്, പെർഫെക്റ്റ് സ്ക്വയർ ആണ്.
പെർഫെക്റ്റ് നമ്പർ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, പെർഫെക്റ്റ് സ്ക്വയർ ആണ് ഇത്. പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ചാൽ കിട്ടുന്നതാണ്. രണ്ടിനെ 2 കൊണ്ട് തന്നെ ഗുണിച്ചിട്ടാണ് ഈ 4 കിട്ടുന്നത്. വേറൊരു വഴിക്കും 4 കിട്ടും. എങ്ങനെ? 1നോട് 3 കൂട്ടിയാൽ 4 കിട്ടും. അപ്പൊ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിന്റെ സമ്മും കൂടിയാണ് 4. 9 3നെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടും. 9നെ കിട്ടാൻ വേറെയും വഴിയുണ്ട്. 1 + 3 + 5 that is also 9. The sum of consecutive odd number is a square number. The sum of consecutive odd number starting from 1 is a square number. കിട്ടുന്നു. 16 1 + 3 + 5 + 7 that is 16. എവിടെയാണ് ഇതിന്റെ ഉപകാരം? ഈ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ കൂട്ടിയാൽ നമ്മൾ സ്ക്വയർ നമ്പറിലേക്ക് എത്തും എന്നതിന്റെ ഉപകാരം നമുക്ക് എവിടെയാണ് കിട്ടുക എന്നറിയോ നിങ്ങൾ? 4 കഴിഞ്ഞാൽ 9 തന്നിട്ട് അടുത്ത നമ്പർ ചോദിച്ചാൽ ഇത് പഠിച്ച സ്ഥിതിക്ക് നിങ്ങൾ പെട്ടെന്ന് പറയും 16 എന്ന്. 25 കഴിഞ്ഞ് 36 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 41 നിങ്ങൾ നിഷ്പ്രയാസം പറയും. പക്ഷേ 100 കഴിഞ്ഞിട്ട് 121ലേക്ക് പോയാൽ ചിലപ്പോൾ 144 നിങ്ങൾ പറഞ്ഞു തന്നിരിക്കും. ചോദിക്കാറുണ്ട് 100ഉം 121ഉം അടുത്തടുത്ത കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ 15876 ഇന്നലെ തന്ന സംഖ്യ, 16129 അടുത്തത് ഏത് എന്ന് ചോദിക്കുമ്പോൾ ദീസ് ആർ കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ഉത്തരം കിട്ടണമെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ കിട്ടില്ല, ഇത് പഠിച്ചാൽ കിട്ടില്ല. അപ്പൊ ഇത് മനസ്സിലാക്കണം. സി 1 4 dash the difference of 1 and 4 is 3 that is an odd number. അതാണല്ലോ മനസ്സിലായത്. The difference of two consecutive square number is an odd number. 4 കഴിഞ്ഞാൽ അടുത്ത സ്ക്വയർ നമ്പർ കിട്ടണമെങ്കിൽ 4ന്റെ കൂടെ അടുത്ത ഓഡ് നമ്പർ ആഡ് ചെയ്യണം. 5 4 9. 25 36 തമ്മിലുള്ള വ്യത്യാസം 11 ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ 11 കഴിഞ്ഞാൽ അടുത്ത ഓഡ് നമ്പർ 13 ആണ്. നെക്സ്റ്റ് ഓഡ് നമ്പർ കൂട്ടിക്കൊടുത്താൽ മതി. See the difference of 100 and 121. That is definitely we can say that an odd number. The difference. അപ്പൊ ആ ഡിഫറൻസ് 21 ആണെങ്കിൽ തൊട്ടടുത്ത 23 ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് 144ലേക്ക് പോകും. അതുവഴിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലാണ്ട് ഈ വഴിക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ബൈ ഹാർട്ടാക്കാൻ നമുക്കറിയില്ല. ഇതിന്റെ സ്ക്വയർ റൂട്ട് നമുക്കറിയില്ല. ഇതിന്റെ സ്ക്വയർ റൂട്ട് 126 ആണ്, മറ്റേത് 127 ആണ്. പക്ഷെ അത് കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക് നേരം വെളുത്തു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് the difference of these two numbers that is definitely an odd number. 253 ആണ്. തൊട്ടടുത്ത 255 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് 255 ആഡ് ചെയ്ത് കൊടുത്താൽ എത്ര കിട്ടും? രുദ്ര മിണ്ടുന്നില്ല, കുട്ടികളൊന്നും ഉറക്കില്ലാന്ന് തോന്നുന്നു. 16354. എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നെ. അപ്പോ ഒരു പെട്ടിയിൽ എഴുതി വെച്ചോളൂ. എന്താണ് പെട്ടിയിൽ എഴുതി വെക്കേണ്ടതെന്ന് അറിയോ? ദാ NP നോട്ട് ദ പോയിന്റ് പറഞ്ഞിട്ട് എഴുതി വെക്കണം. NP നോട്ട് ദ പോയിന്റ്. സ്ക്വയർ നമ്പറിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് പറഞ്ഞത്. ദ ഡിഫറൻസ് ഓഫ് ടു കോൺസിക്യൂട്ടീവ്, ഷോർട്ട് ആയിട്ട് എഴുതുന്നത്, പെർഫെക്റ്റ് സ്ക്വയർ ഈസ് എൻ ഓഡ് നമ്പർ. രുദ്ര ഒന്ന് വായിച്ചേ. കഴിഞ്ഞ പ്രാവശ്യം കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു. The difference of two consecutive perfect squares is an odd number. മോള് ഇംഗ്ലീഷ് മീഡിയം ആണോ മലയാളം മീഡിയം ആണോ? ഇംഗ്ലീഷ് മീഡിയം. ഇംഗ്ലീഷ് മീഡിയം. അപ്പൊ മലയാളം മീഡിയത്തിലെ ഒരു കുട്ടി
മലയാളത്തിൽ ഇതിന്റെ കാര്യം ഒന്ന് വായിക്കണം. ഞാൻ എഴുതാം ഷോർട്ടായിട്ട്. രണ്ട് അടുത്തടുത്ത വർഗസംഖ്യകളുടെ വ്യത്യാസം ഒരു ഒറ്റ സംഖ്യയാണ്. അതൊരു മലയാളം മീഡിയം കുട്ടി വായിക്കും. രണ്ട് അടുത്തടുത്ത ഒറ്റ സംഖ്യകളുടെ വ്യത്യാസം ഒരൊറ്റ സംഖ്യയാണ്. ശരി. പക്ഷെ 2016 ചോദിച്ച ചോദ്യം, ഇത് 2015 ഈ ചോദ്യം വന്നത്. നേരത്തെ 15,876 16,129 ചോദ്യം വന്നത് 2016 ഇതൊക്കെ ശരിക്കും ഓർമ്മ ഉണ്ടാവും കേട്ടോ. ഇത് അല്ലെ, സോറി, 2015 2015 USS ചോദ്യം. 2016 USS ചോദ്യം ഞാൻ ഇവിടെ പറയാം. ക്വസ്റ്റ്യൻ നമ്പർ എത്രയായിട്ടാണ് ക്വസ്റ്റ്യൻ നമ്പർ അറിയില്ല, എന്നാലും ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതി വെച്ചു. 2016 USS ചോദ്യം ഇതാണ്. എന്താണ് ചോദ്യം നോക്കാം. 2016 the difference of two alternate എന്താ ഈ alternate എന്ന വാക്കിന് അർത്ഥം? ഇതെന്തോട്ടോ ആരും മിണ്ടാത്ത 200 കുട്ടികളുണ്ടായിട്ട്. The difference of two alternate perfect square is 132. What is the middle square number? എന്ത് നല്ല ചോദ്യമാണത്. What is the middle square number? മലയാളം വേണം? വേണം. ഒന്നിടവിട്ട, അതാണ് ഈ വാക്കിന്റെ അർത്ഥം. ഒന്നിടവിട്ട രണ്ട് വർഗ സംഖ്യകളുടെ വ്യത്യാസം. കോഹോസ്റ്റ് റെഡി ആണെങ്കിൽ അവർക്ക് ഇതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എനിക്ക് എത്ര എളുപ്പം കിട്ടുമെന്ന് അറിയാം. അടുത്ത ചോദ്യം അതിലേക്ക് കോഹോസ്റ്റ് ആക്കി വെക്കാം. അവരിട്ട് മിണ്ടുന്നില്ല. ഒന്നിടവിട്ട് രണ്ട് വർഗസംഖ്യകളുടെ വ്യത്യാസം 132 എങ്കിൽ മിഡിലുള്ള ആ വർഗസംഖ്യകൾക്കിടയിലെ വർഗം ഏത്? ടൈപ്പ് ചെയ്തോളൂ, പെട്ടെന്ന് ആൻസർ ടൈപ്പ് ചെയ്തോളൂ. ഒന്നിടവിട്ട രണ്ട് വർഗസംഖ്യകളുടെ വ്യത്യാസം 132 ആയാൽ ആ വർഗസംഖ്യകൾക്കിടയിലെ വർഗം ഏത്? ടൈപ്പ് ചെയ്തോളൂ. ഇന്ന് വരകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ സമയം ഉണ്ടാവുമെന്ന് അറിയില്ല. ഇത് തന്നെ നിങ്ങൾക്ക് അറിയില്ല, മറുപടി പറയുന്നില്ല. എന്താ ചെയ്യാ? ഇത്തരം ചോദ്യം വന്നാൽ ആരും ഒരു ആൻസർ ശരിയല്ലല്ലോ. ആരും ആൻസർ ശരിയായി ടൈപ്പ് ചെയ്തിട്ടില്ല. ഒന്ന് ആ ദേവനന്ദ നോക്കിയിട്ട് ആൻസർ എല്ലാം ഒന്ന് വായിക്കുമ്പോൾ എല്ലാം കൂടി നോക്കാനാകുന്നില്ല. അതുകൊണ്ടാ തെറ്റാണേ. 4 സംഖ്യ ഉത്തരം. 1, അടുത്തത് 4, അടുത്തത് 9 എന്ന് വിചാരിക്കുക. ഞാൻ വൈഗയോടാണ് ചോദ്യം, വൈഗയാണ് മറുപടി പറയുന്നത്. വൈഗ, ഈ 1ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 8. വെരി ഗുഡ്. നല്ല ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ ക്ലിയർ ആയിട്ട് പറയുന്ന കുട്ടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വൈഗ 4, അടുത്തത് 9, അടുത്തത് 16 ആണ്. വൈഗയുടെ എന്റെ ചോദ്യം, ഈ 16ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം 12. ഇത് 8. അടുത്തത് വൈഗയുടെ എന്റെ ചോദ്യം, 25, 36, 49 എന്നാണല്ലോ സ്ക്വയർ നമ്പേഴ്സ്. ഈ 25, 49 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് വൈഗ? 24. വൈഗ സ്പീഡ് കുറയുന്നുണ്ടെങ്കിൽ മറ്റു കുട്ടികൾക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 24. ഇനി വൈഗയോട് എന്റെ ചോദ്യം,
ഒന്നിടവിട്ട് രണ്ട് വർഗസംഖ്യകളുടെ വ്യത്യാസം 8 തന്നാൽ ഈ 4ലേക്ക് എങ്ങനെയാണോ എത്തിയത്? ഒന്നിടവിട്ട് രണ്ട് വർഗസംഖ്യകളുടെ വ്യത്യാസം 12 തന്നിട്ട് ഈ 12ൽ നിന്ന് 9ലേക്ക് എങ്ങനെയാണോ എത്തിയത്? ഒന്നിടവിട്ട് രണ്ട് വർഗസംഖ്യയുടെ വ്യത്യാസം 24 തന്നിട്ട് ഈ 24ൽ നിന്ന് 36ലേക്ക് എങ്ങനെയാണോ എത്തിയത്? എന്താണ് ഞാനിപ്പോൾ പറഞ്ഞത് വൈക? എന്തൊക്കെയായിപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? ഒന്നിടവിട്ട് രണ്ട് വർഗസംഖ്യയുടെ വ്യത്യാസം 8 തന്നിട്ട് 4 കണ്ടുപിടിക്കാൻ എന്ത് മാർഗമാണോ നിങ്ങൾ സ്വീകരിക്കുന്നത്? ഒന്നിടവിട്ട് രണ്ട് വർഗസംഖ്യയുടെ വ്യത്യാസം 12 തന്നിട്ട് 12ൽ നിന്ന് 9ലേക്ക് എത്താൻ നിങ്ങൾ എന്ത് മാർഗമാണോ സ്വീകരിക്കുന്നത്? ഒന്നിടവിട്ട് രണ്ട് വർഗസംഖ്യയുടെ വ്യത്യാസം 24 തന്നിട്ട് 24ൽ നിന്ന് 36ലേക്ക് നിങ്ങൾ എന്ത് മാർഗമാണോ സ്വീകരിക്കുന്നത്? അതേ മാർഗം 132 എന്ന് ഞാൻ തന്നിരിക്കുന്ന സൂചനയിൽ നിന്ന് നിങ്ങൾ കണ്ടുപിടിച്ചേ മതിയാവൂ. വൈക പറയൂ, 8ൽ നിന്ന് 4 എത്താൻ എന്ത് ചെയ്യണം? ഏതിനെ? 4 തരുന്നില്ലല്ലോ, 8 തരുന്നുള്ളൂ. പിന്നെ എങ്ങനെയാ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പിന്നെ 16 കിട്ടുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെയും അതേ തന്ത്രം തന്നെ ആവിഷ്കരിക്കണ്ടേ മകളെ? ഇവിടെ ഒന്നിടവിട്ട് രണ്ട് വർഗസംഖ്യയുടെ വ്യത്യാസം 12 തന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 ലഭിക്കുന്നത്. ഇവിടെ 9 വന്നത്. ഒരു കാര്യം ചെയ്യൂ, ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യൂ. മറ്റുള്ള കുട്ടികൾ മൈക്ക് മ്യൂട്ട് ചെയ്യും. ഞാൻ വൈകയിലൂടെ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ മ്യൂട്ട് ചെയ്തോളൂ. എല്ലാത്തിനും ഒരേ കാര്യം ബാധകമാകണം. 8ന്റെ പകുതിയാക്കാൻ പറ്റില്ല. അങ്ങനെ പകുതിയാക്കിയാൽ 4 കിട്ടുമെങ്കിൽ 12ന്റെ പകുതിയാക്കിയാൽ 9 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ 24നെ പകുതിയാക്കിയാൽ 36 കിട്ടുന്നില്ല. അപ്പോൾ അതിന്റെ തന്ത്രം എഴുതി വെച്ചോളൂ. 8നെ 4 കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യണം. ആ ഡിവൈഡ് ചെയ്യുന്ന കിട്ടുന്ന സംഖ്യ 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് വൈക? 2. ആ 2ന്റെ സ്ക്വയർ ആണ് വൈക 4. അപ്പോൾ 12നെ നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് വൈക? 3. രുദ്രക്കൊന്ന് ഇടപെട്ട് പറയാം. 3. ആ 3ന്റെ സ്ക്വയർ ആണ് ഈ 9. 24നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 6. 6ന്റെ സ്ക്വയർ ആണ് 36. ഇനി പറയൂ, 100, 121, 144 എന്ന് തന്നിട്ട് നിങ്ങളോട് പറയുന്നു 100 തരുന്നില്ല, ഒന്നും തരുന്നില്ല. പകരം നിങ്ങൾക്ക് തരുന്നത് ഇത് മാത്രം. The difference of two alternate square number is 44. What is the middle square number എന്ന് ചോദിച്ചാൽ വൈക ഞാൻ ഈ 44 എന്ത് ചെയ്യണം? ആ കുട്ടി മിണ്ടുന്നില്ലെങ്കിൽ രുദ്ര പറയണം. 44 എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 44നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? ആ 11ന്റെ സ്ക്വയർ ആണ് 121. ഇനി നിങ്ങൾക്ക് തന്ന ചോദ്യം ഒന്ന് വായിക്കൂ രുദ്ര. രുദ്ര പോയി എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് തന്ന ചോദ്യം ഒന്ന് വായിക്കൂ. ഒരു കുട്ടിയെ കോഹോസ്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. അല്ലെങ്കിൽ കൃത്യമായിട്ട് മറുപടി പറയുന്ന കുട്ടികൾ വരുന്നില്ല. അതുകൊണ്ട് ഇനി ഞാൻ ക്ലാസ്സിന് വെക്കൂല. നിങ്ങൾ രാവിലെ എണീച്ചൊന്നും മിണ്ടുന്നില്ല ആൾക്കാർ. റെസ്പോണ്ട് കഴിഞ്ഞ വെച്ച് നല്ലതുണ്ടായിരുന്നു. ഇപ്രാവശ്യം റെസ്പോണ്ട്. ആരാ വായിച്ചത്? ഇപ്പം പേര് പറയൂ. ഏത് സ്കൂളാ മോള്? GVHS മടപ്പള്ളി. ദേവാസത്യൻ. GVHS മടപ്പള്ളി. ഞാൻ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ചില കുട്ടികൾ വെറുതെ മിണ്ടാണ്ട് നിൽക്കുകയാണ്. The difference of two alternate perfect square is 132. എനിക്ക് ആ മിഡിൽ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാൻ ഞാൻ എന്താണ് ദേവാസത്യ ചെയ്യേണ്ടത്? പറയൂ.
എന്താണല്ലോ Sir, ആ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നിങ്ങൾ എന്താ ഇത് പഠിക്കുന്നത്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഞാനിങ്ങനെ റെസ്പോണ്ട് ചെയ്തില്ലേ രാവിലെ ക്ലാസ് വെക്കൂല കേട്ടോ. എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ടുണ്ട്. കാരണം നിങ്ങൾ മിണ്ടുന്നില്ല, കാര്യം പറയാത്ത മിണ്ടുന്നില്ലല്ലോ. കുട്ടികൾ പോസ്റ്റായിട്ട് മുന്നോട്ട് വരുന്നില്ല. പിന്നെ നിങ്ങൾ എന്തിനാ വെറുതെ 132 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 33. ആ 33യുടെ സ്ക്വയർ എത്രയാണ്? 1089 ആണ് നമ്മുടെ ഉത്തരം. നിങ്ങൾ 4 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്താൽ മതി. ഇത്തരം ചോദ്യങ്ങൾ ഒന്നിടവിട്ട് ചോദിച്ചാൽ. അപ്പോൾ ഇനി എന്റെ ചോദ്യം ഇതാണ്. ഇത് 33ന്റെ സ്ക്വയർ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞു എങ്കിൽ ഇവിടെയുള്ള ആളാരാണ്, ഇവിടെയുള്ള ആളാരാണ്? അത് 32ന്റെ സ്ക്വയർ ആയിരിക്കും 1024. ഇവിടെയുള്ള ആളാരായിരിക്കും? 34ന്റെ സ്ക്വയർ ആയിരിക്കും. 34ന്റെ സ്ക്വയർ എത്രയാ? 1156. ഇനി എന്റെ ചോദ്യത്തിന് വീണ്ടും മറുപടി നിങ്ങൾ പറയണം. പറഞ്ഞേ മതിയാവും. 1024 1156 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? അതല്ലട ഇവിടെ എഴുതിയത്. 132 വേണ്ട, 132. The difference of two alternate perfect square is 132. What is the middle number എന്ന് കണ്ടുപിടിക്കാൻ ഈ 132നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന 33ന്റെ സ്ക്വയർ ആയിരിക്കും ഈ മിഡിൽ നമ്പർ. അപ്പോൾ ഒരു പെട്ടിയിലാണ് എഴുതി വെച്ചോളൂ. നിങ്ങൾ ഒരു പെട്ടിയിൽ എഴുതി വെക്കുക NP, നോട്ട് ദ പോയിന്റ്. എന്താണ് എഴുതേണ്ടത്? നേരത്തെ ഒരു കാര്യം എഴുതി കഴിഞ്ഞു. ടു കോൺസിക്യൂട്ടീവ് സ്ക്വയർ നമ്പറിന്റെ ഡിഫറൻസ് ഓഡ് നമ്പർ ആണെന്ന് എഴുതി കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ എഴുതാൻ പോകുന്നു ഓൾട്ടർനേറ്റ് പെർഫെക്റ്റ് സ്ക്വയർ ഡിഫറൻസ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് എഴുതി വെക്കുക. മലയാളം വേണേ നിങ്ങൾ പറഞ്ഞാൽ അത് തരും. നിങ്ങൾ മിണ്ടുന്നില്ല, ഞാൻ ചെയ്യില്ല. മലയാളത്തിലൂടെ എഴുതാം. ഒന്നിടവിട്ട രണ്ട് വർഗസംഖ്യകളുടെ വ്യത്യാസം 4ന്റെ ഗുണിതമായിരിക്കും. രുദ്ര, ഇതൊന്ന് വായിച്ചത് രണ്ടും. The alternate perfect square difference is multiples of 4. ഒന്നിടവിട്ട രണ്ട് വർഗങ്ങളുടെ വ്യത്യാസം 4ന്റെ ഗുണിതങ്ങളായിരിക്കും. വേറൊരു കുട്ടി കൂടി ഒന്ന് സ്ഫുടതയോടൊന്ന് വായിച്ചേ. വേറൊരു കുട്ടി. Alternate perfect squares difference is multiple of 4. ഒന്നിടവിട്ട രണ്ട് വർഗസംഖ്യകളുടെ വ്യത്യാസം 4ന്റെ ഗുണിതമായിരിക്കും. അപ്പൊ ഇതൊക്കെ സ്ക്വയർ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതാ വരുന്നു അടുത്ത ചോദ്യം. 12ന്റെ ഫാക്ടേഴ്സ് പറയൂ മക്കളെ. 1 2 3 10. ഒരു കുട്ടി മാത്രം ഒന്ന് പറഞ്ഞാൽ മതി, എന്നാ പിന്നെ വേഗം കഴിയരുത്. ഒരു കുട്ടി പേര് പറ. ക്ലിയർ ഇല്ല, സൗണ്ട് ക്ലിയർ ഇല്ല. ക്ലിയർ ആവുന്നില്ല. ദേവനന്ദ കേൾക്കാമോ? ദേവനന്ദ, ഈ 12ന്റെ ഫാക്ടേഴ്സ് ഒന്ന് പറയൂ, വേഗം പറയൂ. 1 2 3 4 6 12. ശരി. ആ 12ന്റെ ഫാക്ടേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്, പറയാൻ പറ്റുമോ?
ആർക്കെങ്കിലും അറിയാവുന്ന ചോദിക്കും. 12ന്റെ ഫാക്ടേഴ്സിന്റെ ഒരു പ്രത്യേകത അല്ല. 12ന്റെ ഫാക്ടേഴ്സിൽ 12നെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഘടകങ്ങളൊന്ന് കൂട്ടി വെക്കുക. 6 4 10, 13 5 1 16. അത് 12നേക്കാൾ അധികമാണ്. ഒരു സംഖ്യയുടെ ഘടകങ്ങൾ ആ സംഖ്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഘടകങ്ങളുടെ തുക ആ സംഖ്യയേക്കാൾ അധികം വരികയാണെങ്കിൽ അത്തരം സംഖ്യക്ക് പറയുന്ന പേരാണ് അബൻഡന്റ് നമ്പർ. അബൻഡന്റ് നമ്പർ, സമൃദ്ധ സംഖ്യ. പരീക്ഷയ്ക്ക് ചോദിക്കും താഴെ കൊടുത്തിരിക്കുന്ന സമൃദ്ധ സംഖ്യ ഏത്? 12 പെട്ടതാണ് അബൻഡന്റ് നമ്പർ. നിങ്ങൾക്ക് വേറെയും സംഖ്യകൾ അബൻഡന്റ് നമ്പറിന് കിട്ടും. 12, 18, 20 ഒക്കെ. ഇതാ 18 ഫാക്ടേഴ്സ് ഒന്ന് പറഞ്ഞു നോക്കൂ. 1 2 6 3 18, 2 9 18, 18. ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്ക്. 2 1 3 3 6 6 12 21 9 5 5 21 കിട്ടും. 21 വലുതാണ് 18നേക്കാൾ. സോ ദിസ് ഈസ് കോൾഡ് അബൻഡന്റ് നമ്പർ. നിങ്ങൾക്കുള്ളൊരു വർക്കാണ്. ഒരു 2 3 അബൻഡന്റ് നമ്പർ നിങ്ങൾ കണ്ടെത്തുക. ഇങ്ങനെ ഫാക്ടേഴ്സ് എഴുതി കൂട്ടി വെക്കാൻ മതി. ഇനി വേറൊരു സാധനം ഇതാ വരുന്ന നോക്കാം. അബൻഡന്റ് നമ്പർ പഠിച്ചാൽ പിന്നെ മറ്റത് പഠിക്കേണ്ടി വരും. എന്താ പഠിക്കേണ്ടത് നോക്കോളൂ. വേറൊരു സാധനം 8ന്റെ ഘടകങ്ങളൊന്ന് വരച്ചു വെച്ച് നോക്കൂ. നിങ്ങൾ 8ന്റെ ഘടകങ്ങളൊന്ന് വരച്ചു വെച്ച് നോക്കൂ. 1 2 4 and 8 കൂട്ടി നോക്കൂ. 1 + 2 + 4 = 7. 7 ചെറുതാണ്. ചെറുതാണ് ആരേക്കാൾ? 8നേക്കാൾ. അപ്പൊ ഇതിന്റെ പേര് മാറി. അബൻഡന്റ് നമ്പർ അല്ല പിന്നെ വരിക, അത് ഡെഫിഷ്യന്റ് നമ്പറാണ്. ഡെഫിഷ്യന്റ് നമ്പർ. ഡെഫിഷ്യന്റ് നമ്പർ എന്നാണ് എഴുതി വെച്ചത്. അബൻഡന്റ് നമ്പർ ഇതാണ്, ഡെഫിഷ്യന്റ് നമ്പർ ഇതാണ്. വേറൊരു ഡെഫിഷ്യന്റ് നമ്പർ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എഴുതി വെക്കും. ഓ 10. 10 10 10. 10ന്റെ ഘടകങ്ങൾ നോക്കൂ. 1 2 5 10. 10നെ മാറ്റി നിർത്തിക്കൊണ്ട് കൂട്ടി നോക്കൂ. 8 കിട്ടുന്നത്. ചെറുതാണ് 10നേക്കാൾ. അതുകൊണ്ട് അത് ഡെഫിഷ്യന്റ് നമ്പർ. ഓ 4. നേരത്തെ വേറൊരു നമ്പർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അബൻഡന്റ് നമ്പറും ഡെഫിഷ്യന്റ് നമ്പർ പഠിച്ചപ്പോഴാണ് നേരത്തെ വേറൊരു സാധനം നിങ്ങൾ പഠിച്ചത്. അതായിരുന്നു പെർഫെക്റ്റ് നമ്പർ. പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ പെർഫെക്റ്റ് നമ്പർ? അനകസംഖ്യ. അനകസംഖ്യ. ഡെഫിഷ്യന്റ് നമ്പറിന്റെ മലയാളം വേണ്ടേ? വേണ്ടേ? ആരോ പറഞ്ഞില്ല മലയാളം വേണം. ശുഷ്ക സംഖ്യ എന്നാണ്. ശുഷ്ക സംഖ്യ. ശുഷ്ക സംഖ്യ, ഡെഫിഷ്യന്റ് നമ്പർ, അബൻഡന്റ് നമ്പർ. പെർഫെക്റ്റ് നമ്പർ നേരത്തെ 6ഉം 28 ഒക്കെ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്താണ് ഈ പെർഫെക്റ്റ് നമ്പറിന്റെ പ്രത്യേകത? പെർഫെക്റ്റ് നമ്പറിന്റെ പ്രത്യേകത എന്താണ് രുദ്ര? അതിന്റെ ഫാക്ടേഴ്സ് തമ്മിൽ അത് ഒഴിച്ച് കൂട്ടുമ്പോ നമുക്ക് അതേ നമ്പർ കിട്ടും. അതേ നമ്പർ കിട്ടും. ഏറ്റവും ചെറിയ പെർഫെക്റ്റ് നമ്പർ ഏതാണ്? എന്താണ് കുട്ടീന്റെ പേര്? പിന്നെ പറ രുദ്ര പറ. ഏറ്റവും ചെറിയ പെർഫെക്റ്റ് നമ്പർ ഏതാണ്? ഏറ്റവും ചെറിയ പെർഫെക്റ്റ് നമ്പർ ഏതാണ്? 6. ഓക്കെ 6. അപ്പം ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഈ കൂട്ടത്തിൽ ഒരു നമ്പർ കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് പ്രൈം നമ്പറിലേക്ക് പോകാൻ. കാരണം പ്രൈം നമ്പറായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ വരും. നിങ്ങൾക്ക് ഇത് കേൾക്കുന്നേരം നിങ്ങൾ ഈ പുതിയ വാക്കാന്ന് വിചാരിക്കുന്നത് 5ാം ക്ലാസ് പഠിക്കുന്നതാണ്. 5ാം ക്ലാസ്സിലാണ് ഇത് പഠിക്കുന്നത്. 5ാം ക്ലാസ്സിലെ സമയത്തൊക്കെ നിങ്ങൾക്ക് അവിടെ നമ്മുടെ കോവിഡിന്റെ പശ്ചാത്തലമായതുകൊണ്ട് ഇതൊന്നും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. ഇതൊക്കെ പരീക്ഷയ്ക്ക് വരും. USSന്റെ സിലബസിൽ വരുന്നതാണ് ഈ 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും കൃത്യമായിട്ട് വരും. ഇത് ന്യൂമാത്സ് കുട്ടികളോട് ചോദിക്കൂ. പെർഫെക്റ്റ് നമ്പറും ഓക്കെ. ഇതാ വേറൊരു സാധനം നോക്കാം. 220ഉം 284ഉം ഇത് സുഹൃത്തുക്കളാണ്. ഇവരെ സൗഹൃദ സംഖ്യ എന്നാണ് പറയുക. പക്ഷെ ഇംഗ്ലീഷിൽ അതിന്റെ വാക്ക് കൊടുത്തിരിക്കുന്നത് അമിക്കബിൾ എന്നാണ്. അമിക്കബിൾ നമ്പർ. 220ന്റെ ഫാക്ടേഴ്സ് ആണ് സ്പീഡിൽ എഴുതി പോകാം. നിങ്ങൾ
പറഞ്ഞാൽ ഞാൻ എഴുതാം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ എഴുതാം. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ 220 ഫാക്ടേഴ്സ്? Yes, sir. വേഗം പറഞ്ഞു. 1 220, 2 110, 4 55, 544, 544, വെരി ഗുഡ്. പിന്നെ 1022, 1022, വെരി ഗുഡ്. 2011. 2011. എന്താ മോളെ പേര്? Gopika. ഗോപിക. ശരി, ഗോപിക ഏത് സ്കൂളാ? Kurundodi UP. കുറുന്തോടി യു പി സ്കൂൾ. ഗോപികയാണ് ഇത് പറഞ്ഞത്, ശരിയാണ്. ഇനി 284 ഫാക്ടേഴ്സ് ഒന്ന് ഗോപിക പറഞ്ഞേ. 1, ആ 143, 143 ആണ്, 42 ആണ്? 142, 284, 44, 4 21 71. ഇവിടെ കേൾക്കുന്ന 21. ശരി, കറക്റ്റ് ആണ് മോള് പറഞ്ഞത്. 1നെ ഇതുകൊണ്ട് ഗുണിച്ചാൽ കിട്ടും, 2നെ ഇതുകൊണ്ട് ഗുണിച്ചാൽ കിട്ടും. അപ്പൊ 2 4 ആയപ്പോൾ 142 പകുതിയാക്കിയാൽ മതി 71. ശരിയാണ്. ഇതൊന്ന് കൂട്ടി വെക്കും നിങ്ങൾ. 2 1 3 5 4 9 4 1 5 2 7 2 9 10 7 4 11 12 1 1 2 കണ്ട 284 സുഹൃത്തിനെ കിട്ടി. കണ്ടോ, 284 സുഹൃത്തിനെ കിട്ടി. ഇത് കൂട്ടിയാൽ നിങ്ങൾക്ക് 284 കിട്ടും. കണ്ടോ, ഇത് കണ്ടെത്തിയത് രാമാനുജൻ തന്നെയാണ്. രാമാനുജൻ ആണ് ഇതിന്റെ പ്രത്യേകത കണ്ടെത്തിയത്. രാമാനുജന് സുഹൃത്തുക്കളില്ല. ആ സുഹൃത്തുക്കളില്ലാത്ത ഇത് രാമാനുജൻ പറഞ്ഞ കാരണം ഇതാണ്. ഞാൻ 220 254 പോലെയുള്ള സുഹൃത്തുക്കളെ കണ്ടിട്ടില്ല. അതിന്റെ ഉദ്ദേശം പിന്നീടാണ് ജനങ്ങൾ തിരിച്ചറിഞ്ഞത്. അതിന്റെ ഫാക്ടേഴ്സിന്റെ തുക അത് തന്നെ കിട്ടുന്നു, അതിന്റെ സുഹൃത്തിനെ കിട്ടുന്നു എന്നതാണ്. അടുത്ത ജോഡികളുണ്ട് ഇങ്ങനെ. പക്ഷെ ഈ ജോഡികൾ നിങ്ങളോട് ചോദിക്കും 220 ജോഡി ആര് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. വിച്ച് ഇസ് ദ ഫസ്റ്റ് അമിക്കബിൾ പേയേഴ്സ് എന്ന് ചോദിക്കാം. ആദ്യത്തെ അമിക്കബിൾ പേയേഴ്സ് ഏതൊക്കെയാണ്? നിങ്ങൾ തന്നെ ടൈപ്പ് ചെയ്യൂ. ആദ്യത്തെ അമിക്കബിൾ പേയേഴ്സ് ഏതൊക്കെയാണ്? പെട്ടെന്ന് ടൈപ്പ് ചെയ്യൂ, പെട്ടെന്ന് ടൈപ്പ് ചെയ്യൂ. ആദ്യത്തെ അമിക്കബിൾ പേയേഴ്സ് 220 and 284, 220 and 284. ഇതൊക്കെ ഞാൻ നേരത്തെ ക്ലാസ് എടുക്കുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ട്. നോട്ട്സ് വേണമെങ്കിൽ നോട്ട്സ് ഞാൻ അയച്ചു തരും. പിന്നെ ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ കൃത്യമായിട്ട് കൊടുക്കുന്ന കുട്ടികൾക്ക് നോട്ട്സ് അയച്ചു തരും. സർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏതായിരുന്നു ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം പറ. 876, 16,129 are consecutive square numbers. What is the next perfect square? അത് നേരത്തെ പറഞ്ഞില്ലേ? ഇത് നേരത്തെ മോളെവിടെയായിരുന്നു? ഇതിന്റെ വ്യത്യാസം 253 ആണെന്നും തൊട്ടടുത്ത ഓഡ് നമ്പർ കൂട്ടിയാൽ കിട്ടുമെന്ന് പറഞ്ഞില്ലേ? 9 5 14 5 3 2 7 8 2 1 3 16,354. ഇത് നേരത്തെ പറഞ്ഞല്ലോ. കൂട്ടിയില്ല എന്ന് മാത്രം പറഞ്ഞില്ലേ? മറ്റു മക്കൾ എന്ത് പറയുന്നു? പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി അന്നേരം കേറിയിട്ടുണ്ടാവില്ല. പറയൂ, ആ 2 ക്വസ്റ്റ്യൻ പറയൂ. 1 minus 1/2 bracket 1 minus 1/3 bracket 1 minus 1/4 bracket 1 minus 1/5 എത്രയാണ്? ഒന്നുകൂടി പറഞ്ഞേ ചോദ്യം. 1 minus 1/2 bracket 1 minus 1/3 bracket 1 minus 1/4 bracket 1 minus 1/5. ഇതിന്റെ ഒരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇതെന്താ സംഭവം നോക്കാം. മോള് തന്നെ പറ. 1ൽ നിന്ന് അര കുറച്ചാൽ എത്രയാ? അര. അതല്ലേ കണ്ടുപിടിക്കാൻ വേറെ മാർഗം 1 2 2 2 1 കുറയ്ക്കുക. ഛേദങ്ങൾ, അതായത് ഛേദങ്ങൾ എല്ലായിടത്തും സെയിം ആയിരിക്കും. ഇൻറ്റു, ഈ ബ്രാക്കറ്റ് ഇട്ടതിന്റെ അർത്ഥം ഇൻറ്റു എന്നാണ്. ഈ ബ്രാക്കറ്റ് ഇട്ടതിന്റെ അർത്ഥം ഇൻറ്റു എന്നാണ്. ഇനി 1 3 3 3 1 കുറച്ചു 2 2/3. രണ്ടാമത്തെ അങ്ങനെയാണ്. 1 4 4 4 1 കുറച്ചു 3 3. ഇതെങ്ങനെ വരുന്നത് നിങ്ങൾ? ഈ 1 എന്ന് പറഞ്ഞാൽ അത് 4/4 എന്നാണ് എഴുതുക. അംശവും ഛേദവും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തുല്യമായാൽ അതിന്റെ ഉത്തരം 1 ആണെന്ന് നിങ്ങൾക്ക് അറിയാം.
അപ്പൊ ഈ 1-ന് 4/4 എഴുതിയിട്ട് അതിൽ നിന്ന് ഈ 1/4 കുറച്ചാൽ എന്താണോ കിട്ടുന്നത് അതായിരിക്കും ഉത്തരം. 4/4 4 1 കുറച്ച് 3 ഛേദങ്ങൾ ഒരുപോലെ തന്നെ 3/4. അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. 1 4 4 4 1 കുറച്ച് 3 3/4. ഇനി ഇവിടെ 1-ൽ നിന്ന് 1/5 കുറയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ 1-ന് പകരം 5/5 എന്ന് എഴുതാം. കാരണം അംശവും ഛേദവും തുല്യമായാൽ ഫലം ഒന്നാണ്. അപ്പൊ 5/5 നിന്ന് 1/5 കുറച്ച് കളിയാം. അപ്പൊ 5 1 കുറച്ചാൽ 4 കിട്ടും, 4/5. അല്ലെങ്കിൽ 1 5 5 5 1 കുറച്ചു 4 4/5. ഇപ്പൊ ഈ സാധനത്തെ ഇങ്ങനെയാക്കി മാറ്റി. ഇതെന്ത് രസമുണ്ട്. വേറൊരു കളർ പെണ്ണ് കൊടുക്കാൻ മേലെയും തായ ഒരുപോലെ കളർ എടുക്കാൻ വെട്ടിക്കളിയാം. 3 പോയി 3 പോയി, 4 പോയി 4 പോയി, പിന്നെയോ 2 പോയി 2 പോയി, 2 2 അടിച്ചു, 3 3 അടിച്ചു, 4 4 അടിച്ചു. ആദ്യം ഈ 1 ഉണ്ടാവും, അവസാനത്ത് ഈ 5 ഉണ്ടാവും. ഉത്തരം 1/5. ഇത്തരം ചോദ്യങ്ങൾക്ക് ആദ്യത്തെ അംശത്തെ പിടിക്കുക, അവസാനത്തെ ഛേദത്തെ പിടിക്കുക. മനസ്സിലായോ? എല്ലാം അങ്ങനെ പിടിക്കാൻ പറ്റൂല. പക്ഷെ അതേ സമയത്ത് ഇത്തരം ചോദ്യത്തിന് അതാണ് ഉത്തരം. ഇനി എന്താ മോളെ ചോദ്യം? മൂന്നെണ്ണല്ല, ഇങ്ങക്ക് ഒരുപാടെണ്ണം തരുന്നുണ്ട്. 1 കുറയ്ക്കണം 1/2, 1 പ്ലസ് 1/2, 1 മൈനസ് 1/3, 1 പ്ലസ് 1/3, 1 മൈനസ് 1/4 ഇൻറ്റു 1 പ്ലസ് 1/4 ഡാഷ് 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 ഡാഷ്. കണ്ടോ വിഷമിക്കുന്നത് കണ്ട ഇപ്പോ. അപ് ടു എവിടം വരെ 1 മൈനസ് 1/100 ഇൻറ്റു 1 പ്ലസ് 1/100 എത്രയാണ്? ചെയ്തോളൂ. ആൻസർ വന്നാ? 0 ഞാൻ ഓപ്ഷൻ വേണേ തരാം. നാഗിക്കൊരു സൗകര്യം ഒന്നല്ല, ഓപ്ഷൻ ആകുന്നില്ല, വെറുതെ പറയല്ല. 100/101, 101/100 ഇതൊക്കെയാണ് ഓപ്ഷൻ ഉള്ളത്. 1 ഒന്നും അതിലില്ലേ. 200/101, 101/200, 101/200. അത് ശരി. ഈ ചോന്ന വശം കൊണ്ട് ഞാൻ മാർക്ക് ചെയ്താണ് ശരി. ഇത് നിങ്ങൾക്ക് ഞാനൊരു എളുപ്പമാർഗം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് 1 പ്ലസ് 1/100 ആണ്. അപ്പോൾ അതേ മോഡലിൽ എടുക്കാൻ പറ്റുന്ന ഒരാളാണ്. അതിനാണ് നിങ്ങൾക്ക് ഇത്രയും തന്നത്, 1 പ്ലസ് 1/4 വരെ. നിങ്ങൾ അതുവരെ വെറുതെ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏകദേശം ധാരണയും കിട്ടും. ഇത്ര ചോദ്യം വന്നാൽ അങ്ങനെ ചെയ്യേണ്ടത്. ഇവിടം വരെ വെറുതെ ഒന്ന് ചെയ്തു നോക്കുക. 1-ൽ നിന്ന് 1/2 കുറച്ചു 1/2 ഇൻറ്റു 1 2 2 1 3/2. 3/2 എന്ന് പറഞ്ഞാൽ 1.5 3ന്റെ പകുതി 1.5. 1 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ 1.5. ഈ പ്ലസ് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇൻറ്റു 1 3 3 3 1 കുറച്ചു 2 2/3 ഇൻറ്റു 1 3 3 4/3 ഇൻറ്റു 1 4 4 1 കുറച്ച് 3/4 ഇൻറ്റു ഇവിടെ ഒരാൾ കൂടി ഉണ്ട്. 1 4 4 5/4. എന്താ സംഭവിക്കുന്നത്? അത് തന്നെ മറ്റൊന്ന് സംഭവിക്കും. നോക്കോ എന്താ സംഭവിക്കുന്നത്. ഇവിടെ നോക്കോളൂ. ചുവന്ന മഷിയുള്ള പെണ്ണെടുത്ത് 2 2 വെട്ടി, 3 3 വെട്ടി, 4 4 പോയി, 3 3 പോയി. അവസാനം 2 മാത്രം ബാക്കിയായി. ആരൊക്കെ 2? 1/2 ബാക്കി വന്നു, 5/4 ബാക്കി വന്നു. ഇതിന്റെ ഉത്തരത്തിൽ 1 5 5 പറ. 2 4 8 5/8. 5/8. അങ്ങനെയാകുമ്പോൾ
ഇവിടെ നിങ്ങൾ കാണേണ്ടത് ഇവിടെ കാണുന്ന ഈ ഒരു ഭിന്നസംഖ്യ എടുക്കുക, 1/2 മാത്രമേ എടുക്കുക. അവിടെ കാണുന്ന ഇവിടെ ഇത് മാറ്റി പിടിക്കണം. 1/100 എന്നാണ് ഇങ്ങനെ എടുക്കേണ്ടത്. ഇതാ 100 101/100ആയി. 101/100 ഇവിടെ നമ്മൾ 5/4 ചെയ്ത പോലെ. അപ്പോൾ ഇവിടെ 1/2നെ 101/100 കൊണ്ട് ഗുണിച്ചു. അപ്പൊ 101/100 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് ഇത്ര കിട്ടുമല്ലോ. 101/200 ആണ് ആൻസർ. ഇത് കുറച്ച് ഹയർ ലെവൽ ചോദ്യമാണ്. ഇത് ന്യൂമാത്സിന്റെ കുട്ടികളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇത് മനസ്സിലാക്കാത്ത കുട്ടികൾ ക്ലാസ് കഴിഞ്ഞൊന്നും തന്നെ വിളിച്ചാൽ മതി. ഇത്തരം ചോദ്യങ്ങൾ ഭിന്നസംഖ്യയായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. പോകാം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. ഇന്ന് ചോദ്യങ്ങൾ എഴുതിക്കൊണ്ടുവന്നൊക്കെ വേറെയായിരുന്നു. നിങ്ങളുടെ ബോക്സ് നാളെ നിങ്ങൾ രാവിലെയുള്ള ക്ലാസ്സിലിരിക്കുമ്പോൾ ബോക്സ് വേണം, ബോക്സിലെ ഉപകരണങ്ങളെല്ലാം വേണം, പെൻസില് വേണം, സ്കെയില് വേണം. ഇതെല്ലാം അതിൻ്റെ ഒരുക്കത്തോടു കൂടി നാളത്തെ ക്ലാസ്സിൽ ഇരിക്കേണ്ടതാണ്. കാരണം നാളെ മിക്കവാറും ഞാൻ ജോമെട്രിയിലേക്ക് കിടക്കുകയാണ്. അതിൽ 4 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും. 4 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും. അപ്പം നാളെ മിക്കവാറും അതിലേക്ക് കിടക്കും. ശരി, ഒരു ചെറിയ ചോദ്യം തരികയാണ്. ചെറിയ ചോദ്യം, 4ാം ക്ലാസ്സിലെ കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യം. തന്നോളൂ എന്ന് സന്തോഷത്തോടു കൂടി പറയും. ഇതാ ചോദ്യം, ഇതാ പിടിച്ചോളൂ. എന്നാ പിടിച്ചോളൂ, ചോദ്യം പിടിച്ചോളൂ. 1 മുതൽ, ഇനി ഇംഗ്ലീഷ് ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണേ. തുടർച്ചയായ 1 മുതൽ തുടർച്ചയായ കുറേ ഒറ്റ സംഖ്യകളുടെ 1 മുതൽ തുടർച്ചയായ കുറേ ഒറ്റ സംഖ്യകളുടെ തുക സമ്മ് 625 ആണ്. അവസാനം കൂട്ടിയ ഈ മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് ഇംഗ്ലീഷ് വേണമെന്ന് പറഞ്ഞ കുട്ടികളും ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്തിട്ട് മലയാളം വേണമെന്ന് പറഞ്ഞ കുട്ടികളെ ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് കണക്കിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ഭാഷ മാറ്റി പറയാൻ പറയുന്നത്. കണക്കിലെ ചോദ്യം ഏത് ഭാഷയിൽ വന്നാൽ എന്താ, ആംഗ്യ ഭാഷയിൽ പറഞ്ഞ കണക്കിന് സാമർത്ഥ്യമുള്ള കുട്ടികൾ ഉത്തരം പറയില്ലേ. അപ്പൊ ഇതിൻ്റെയൊക്കെ ഏകദേശം എനിക്ക് അറിയാം. 625 അറിയാം, 1 അറിയാം, പിന്നെ ഒറ്റ സംഖ്യ കോഡ് നമ്പർ അറിയാം. പിന്നെ അത് നിങ്ങൾ തന്നെ അങ്ങ് ചിന്തിച്ചാൽ മതി. അവസാനം കൂട്ടിയ ഒറ്റ സംഖ്യ ഏതാണ്? വിളിച്ചു പറഞ്ഞതേ, വിളിച്ചു പറഞ്ഞ അടി കിട്ടും എന്നോട്. കമന്റ് ചെയ്താൽ മതി, കമന്റ് ചെയ്താൽ മതി. തെറ്റായ ഉത്തരം വിളിച്ചു പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആക്കല്ല. കമന്റ് ചെയ്തോളൂ. 25 ഒന്നല്ല, 1 മുതൽ 25 വരെ കുട്ടിയെ കിട്ടും നിൽക്കുന്നില്ല. അതിനാ പറഞ്ഞത്. രുദ്ര പോയോ? പോയി തോന്നുന്നു. വൈക എത്രയാണ്? 55. ഇത് വേറെ സ്റ്റൈൽ ചോദിച്ചല്ലേ മോളെ. 625ന്റെ സ്ക്വയർ റൂട്ടായ 25നെ ഡബിൾ ചെയ്തിട്ട് 50ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് 49 അവസാനം കൂട്ടിയത്. 1 മുതൽ 49 വരെ ഓഡ് നമ്പേഴ്സ് ഒന്ന് കൂട്ടി വെക്കൂ. നിങ്ങൾക്ക് എത്ര കിട്ടുന്ന നോക്കോ. 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് ഡാഷ് 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 പ്ലസ് 49 എത്രയാ? 1 മുതൽ 49 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട് മക്കളെ? 49 1 കൂട്ട പകുതിയാക്ക്. 25. 1 മുതൽ 9 വരെ 5 ഒറ്റ സംഖ്യകൾ. 1 മുതൽ 49 വരെ നിങ്ങൾക്ക് 49 1 കൂട്ട പകുതിയാക്കുക, 25 ഒറ്റ സംഖ്യകൾ. തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ സമ്മ് കാണാൻ എത്ര എണ്ണം ഉണ്ടോ, എത്ര ഒറ്റ സംഖ്യ ഉണ്ടോ അതിന് അതുകൊണ്ട് തന്നെ ഗുണിച്ചാൽ മതി. 625 കണ്ടാ. 1 മുതൽ 49 വരെയുള്ള 25 ഒറ്റ സംഖ്യകൾ കൂട്ടി 25നെ 25 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട് 625 കിട്ടുമെങ്കിൽ വൈകിയോടെ എന്റെ ചോദ്യം ഇതാണ്.
വൈക അവസാനം കൂട്ടിയ ഒറ്റ സംഖ്യ ഏതാണ്? 40. എന്ത് രസമായിരുന്ന ചോദ്യം. ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക, 25 പിടിക്കുക, അതിനെ ഡബിൾ ചെയ്യുക, 1 കുറയ്ക്കുക. നിങ്ങൾ 25 വരെ കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടൂല. 1 മുതൽ 25 വരെയുള്ള ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ എത്രയാ കിട്ടുക? വൈക പറ, വൈകാതെ പറ, വേഗം പറ. 1 മുതൽ 25 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക എത്ര? വേഗം പറ. 4ാം ക്ലാസ്. നമ്മളെ ന്യൂമാത്സിന്റെ കുട്ടികളും കൂടി ഒന്ന് രംഗത്ത് വരണേ. അവർക്കുള്ള ചോദ്യം കൂടിയായി. ന്യൂമാത്സിന്റെ കുട്ടികളുണ്ടോ ഇതിൽ? ന്യൂമാത്സിന്റെ കുട്ടികളുണ്ട് ഇതിലുണ്ടോ? ന്യൂമാത്സിന്റെ കുട്ടികളുണ്ടോ? 1 മുതൽ 25 വരെ എന്റെ ചോദ്യം എത്ര ഒറ്റ സംഖ്യ ഉണ്ടെന്നാണ് എന്റെ ചോദ്യം. 1 മുതൽ 25 വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ട്? പറയില്ലിങ്ങനെ. 26ന്റെ പകുതി 13 ഒറ്റ സംഖ്യയുടെ തുക കാണാൻ 13ന്റെ സ്ക്വയറാ 169. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ നമ്പർ കാണാതെ പഠിക്കാത്ത കുട്ടികൾ, 1നും 100നും ഇടയിലുള്ള 25 പ്രൈം നമ്പർ അഭാജ്യ സംഖ്യകൾ കാണാതെ പഠിക്കാത്ത കുട്ടികൾ ഇന്ന് വരെ ഗിഫ്റ്റഡ് ആയിട്ടില്ല. ന്യൂമാത്സും കിട്ടിയിട്ടില്ല, സ്റ്റേറ്റ് ലെവലിൽ കിട്ടൂല. ആദ്യത്തെ 25 പ്രൈം നമ്പർ കാണാതെ പഠിച്ചോളൂ. ആദ്യം 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ നമ്പർ കാണാതെ പഠിച്ചോളൂ. നിങ്ങൾ രാവിലെ ഇങ്ങനെ ക്ലാസ്സിൽ ഇരുന്നൊന്നും കാര്യമില്ല. ഇത് പഠിക്കാനുള്ള പഠിക്കുക തന്നെ വേണം. ഇനിയിപ്പോൾ വെക്കേഷൻ സമയത്ത് വിരുന്നിനൊന്നും പോവാതെ രക്ഷിതാക്കളും കൂടി പറയുന്നത് ഒരുത്തരും കൊണ്ടുവരുന്നത് കുട്ടികളെ അവിടെ ഇരുന്ന് പഠിക്കട്ടെ. കാരണം അവർക്ക് ഈ 2 വർഷത്തിന് മുമ്പ് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും ഇതിലൂടെ കിട്ടുന്നതാണ്. കൃത്യമായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. കാരണം നിങ്ങൾ വിചാരിച്ച ലെവലിനേക്കാൾ അപ്പുറമുള്ള ചോദ്യങ്ങൾ വരും. ചോദ്യങ്ങളുടെ തുടക്കം ഞാൻ ഇട്ടിട്ടുള്ളൂ. ചോദ്യങ്ങൾ ഇങ്ങനെ ഹയർ ലെവൽ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും പരീക്ഷ എടുത്താണ്. രാവിലെ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഇനി ബുധനാഴ്ച ഉണ്ടാവും. കാരണം ഞാൻ മറ്റന്നാൾ തൃശ്ശൂർക്ക് പോവുകയാണ്. നാളെ രാവിലത്തെ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ ഇനി ബുധനാഴ്ച ക്ലാസ് ഉണ്ടാവും. ബുധനാഴ്ച വരെയുള്ള അസൈൻമെൻ്റ് ഒക്കെ ഞാൻ തരും. അതെല്ലാം വീട്ടിലിരുന്ന് ചെയ്തുകൊണ്ട് മുതിർന്ന ആളുകളെ പഠിക്കുക. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന അതിൻ്റെ മേലോട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, രക്ഷിതാക്കളുണ്ടാവും. അവരോടൊക്കെ ചോദിച്ചിട്ട് ഇരുന്ന് അവരെ കൂടെ ഇരുന്ന് പഠിക്കുക. അങ്ങനെ കൂടെ ഇരുന്ന് പഠിച്ച കുട്ടികളെല്ലാം ഗിഫ്റ്റഡാണ്. നിങ്ങൾ ഗിഫ്റ്റഡ് ആണെങ്കിൽ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ചെയ്തോളൂ. 25 പ്രൈം നമ്പർ കാണാതെ പഠിച്ചോളൂ. ആദ്യത്തെ 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ നമ്പർ കാണാതെ പഠിച്ചോളൂ. ഇത് കാണാതെ പഠിക്കാൻ ഞാൻ മനസ്സിൽ വരില്ല. ഈ സാധനം എങ്ങനെ വരും? 4 പ്രൈം നമ്പർ തമ്മിൽ ഗുണിച്ചപ്പോൾ എനിക്ക് 930 കിട്ടി. ചോദ്യം ഇതാണ്. ഈ 4 ചെറുതേതാന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ 2 ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 നിങ്ങൾ പറയും. അത് നിങ്ങളോട് ചോദിക്കില്ല. വലുതേത്? The product of 4 prime number is 930. Which is the largest one? എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും നിങ്ങൾ? അപ്പോഴാണ് നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത് 930 എന്ന സംഖ്യ കിട്ടാൻ 93നെ 10 കൊണ്ട് ഗുണിച്ചിട്ടാണെന്ന് മനസ്സിലാക്കണം. അതെ, പറയാം. 93നെ 10 കൊണ്ട് ഗുണിച്ചിട്ടാണ് 930 കിട്ടിയത് തിരിച്ചറിയുമ്പോൾ ഇവിടെ 10ന്റെ കാരണക്കാരായ 2 അഭാജ്യ സംഖ്യകൾ വരണം. അതിൽ ഒന്ന് 2 ആണ്, മറ്റാൾ 5 ആണ്. 2 കിട്ടി. 2 5 10, 93 കൊണ്ട് ഗുണിച്ചു. ഇത് രണ്ടും കൂടി ആയ 93 കൊണ്ട് ഗുണിച്ചിട്ടാണല്ലോ ഈ 930 കിട്ടുന്നത്. അപ്പൊ 2 × 5 93 പറയുന്ന പറയല്ല, വേറെ കാര്യം. ഇൻറ്റു 93 എന്ന സംഖ്യ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 9 3 12 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ അഭാജ്യ സംഖ്യ 3 ആണ്. 3നെ 31 കൊണ്ട് ഗുണിച്ചാൽ 93. അപ്പം പിടുത്തം കിട്ടണം. 4 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം 930 ആയാൽ ആ അഭാജ്യ സംഖ്യയിൽ വലുത് 31 എന്നൊരു കുട്ടി തിരിച്ചറിയണമെങ്കിൽ ആ കുട്ടിക്ക് അറിയണ്ടേ 31 അഭാജ്യ സംഖ്യയാണെന്ന്. പരീക്ഷ ആളുടെ ഉദ്യോഗസ്ഥനോട് ചോദിക്കാനാ, സാറേ 31 അഭാജ്യ സംഖ്യയാണോ? കാണാതെ പഠിച്ചോളൂ. Half of the sum of 2 consecutive prime number is 30. ഒരിക്കൽ ചോദിച്ചാണ്. Half of the sum of 2 consecutive prime number is 30.
ഹാഫ് ഓഫ് ദ സം. എന്തൊരു ചോദ്യമാണ്. ഹാഫ് ഓഫ് ദ സം ഓഫ് ടു കോൺസിക്യൂട്ടീവ് പ്രൈം നമ്പർ. ഹാഫ് ഓഫ് ദ സം ഓഫ് ടു കോൺസിക്യൂട്ടീവ് പ്രൈം നമ്പർ. ടു കോൺസിക്യൂട്ടീവ് പ്രൈം നമ്പർ ഈസ് 30. രണ്ട് അടുത്തടുത്ത അഭാജ്യ സംഖ്യകളുടെ തുകയുടെ പകുതി 30 രണ്ട് അടുത്തടുത്ത അഭാജ്യ സംഖ്യകളുടെ തുകയുടെ പകുതി 30. ചോദ്യം ഇതാ വരുന്നു, ആ അഭാജ്യ സംഖ്യയിൽ ചെറുതേത്? ആ പ്രൈം നമ്പറിൽ ലീസ്റ്റ് ഏതാണ്? ഏറ്റവും ചെറുത് ഏതാണ്? അപ്പറഞ്ഞത് ഹാഫ് ഓഫ് ദ സം ഓഫ് ടു കോൺസിക്യൂട്ടീവ് പ്രൈം നമ്പർ. ഇതറിയണമെങ്കിൽ പ്രൈം നമ്പർ കാണാതെ പഠിക്കണമെങ്കിൽ കിട്ടില്ല, ഉറപ്പായിട്ട് കിട്ടില്ല. എന്തായി പറയുന്നത്? രണ്ടിന് എത്ര കൊണ്ട് കൂട്ടിയിട്ടാണ് കിട്ടുന്നത്? ആ രണ്ട് കോൺസിക്യൂട്ടീവ് ആണോ? എങ്ങനെ? ചെറുതായി വെച്ച് വളരെ വലുതും പറഞ്ഞോ. 29 1, മറ്റത് 31. 29 31 കൂട്ടിയാൽ 60 കിട്ടുന്നത്. ഞാൻ നിങ്ങളോട് 30 പറഞ്ഞത്. അപ്പൊ 29 എങ്ങനെയാണ് ശരിയാക്കുന്നത് പറയൂ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഹാഫ് ഓഫ് ദ സം ഓഫ് എന്ന് പറഞ്ഞാൽ ഹാഫ് 30 ആണെങ്കിൽ ഫുൾ 60 ഉണ്ട്. ഹാഫ് 30 ഫുൾ 60 ഉണ്ട്. 30 പകുതി. രണ്ട് അടുത്തടുത്ത അഭാജ്യ സംഖ്യകളുടെ തുകയുടെ പകുതി 30 ആകുന്നു. ആ അഭാജ്യ സംഖ്യയിൽ ചെറുതേത് എന്നാണ് എന്റെ ചോദ്യം. കോൺസിക്യൂട്ടീവ് എന്ന വാക്കാണ് പ്രയോഗിച്ചിട്ടുണ്ട്. അടുത്തടുത്ത. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, 29 31 അടുത്തടുത്ത പ്രൈം നമ്പേഴ്സ് ആണ്. ഇവ കൂട്ടിയാൽ 60. ആ 60ന്റെ പകുതി 30. അതാണ് എന്റെ ചോദ്യം എന്ന് തിരിച്ചറിയണം നിങ്ങൾ. അങ്ങനെ തിരിച്ചറിയുന്ന കൂട്ടത്തിൽ വരണം. അതിനിപ്പോ പഠിക്കണം കാണാതെ. ഞാൻ ഇന്ന് ഒരു ചോദ്യമാണ് തരുന്നത്, ഒരേ ഒരു ചോദ്യം. ഈ ക്ലാസ് ഇപ്പൊ കഴിഞ്ഞ ഉടനെ തന്നെ യൂട്യൂബിൽ വരും. യൂട്യൂബിൽ 19ാമത്തെ നമ്പറായിട്ടാണ് വരിക. 19. എല്ലാ ക്ലാസ്സുകളിലും നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. USS 19. ഇപ്പൊ ഞാൻ ന്യൂമേഴ്സ് കൂടി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ന്യൂമേഴ്സ് ചോദ്യങ്ങളാണ്. അവരോടുള്ള ചോദ്യങ്ങൾ കൂടിയാണ്. അവർക്ക് പ്രത്യേക ക്ലാസ് വേറെ നേരിട്ടുള്ള ക്ലാസ്. ശരി, USS 19 എന്ന് പറഞ്ഞ ചോദ്യത്തിൽ ഇതാ വരുന്നു ഒരു ചോദ്യം. ആ ചോദ്യത്തിന് ഇപ്പൊ കമന്റ് ചെയ്യണ്ട, നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് കമന്റ് ചെയ്താൽ. ഓപ്ഷൻ ഞാൻ തരാം. ഓപ്ഷന് യാതൊരു പ്രശ്നവുമില്ല. ഓപ്ഷൻ വേണോ അല്ലെങ്കിൽ ഓപ്ഷൻ ഇല്ലാതെ ചെയ്യോ? ഓപ്ഷൻ വേണ്ടെന്ന് വിചാരിക്കാം. ഓപ്ഷൻ ഇല്ലാതെയാണ് ചോദ്യം വരുന്നത്. 400-നും 800-നും ഇടയിൽ 400-നും 800-നും ഇടയിൽ ഘടകങ്ങളുടെ എണ്ണം 3 3 ഘടകങ്ങളെ ഉണ്ടാവും. 3 ഒരേ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ. ഒരേ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ. അതാരാണ്? ഒന്ന് വായിച്ചേ രുദ്ര ചോദ്യം. 400-നും 800-നും ഇടയിൽ ഘടകങ്ങളുടെ എണ്ണം 3 ആയാൽ ഒരേ ഒരു സംഖ്യ മാത്രമാണുള്ളത്. അതാരാണ്? And which is a number having 3 factors between 400 and 800. 400-ന്റെയും 800-ന്റെയും ഇടയിൽ 3 ഘടകങ്ങൾ മാത്രമുള്ള 3 ഫാക്ടേഴ്സ് മാത്രമുള്ള ആ സംഖ്യ ആരാണ്? നിങ്ങൾ കണ്ടെത്തുക. കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ 400-നും 800-നും ഇടയിൽ 3 ഘടകങ്ങളുള്ള ഒരേ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ആ സംഖ്യ ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 25 പ്രൈം നമ്പറും സ്ക്വയർ നമ്പറും പഠിച്ച കുട്ടിക്ക് വേഗം കഴിയായിരുന്നു. അപ്പോൾ ഒരു ചെറിയ ക്ലൂ ഞാൻ തരാം. അതിൻ്റെ ഇടയിലുള്ള സ്ക്വയർ നമ്പേഴ്സിനെ പിടിക്കുക. ആ സ്ക്വയർ നമ്പേഴ്സിനെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എളുപ്പമുണ്ട്.
ഇന്ന് ഈ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് അറിയിക്കേണ്ടതാണ്. ടൈപ്പ് ചെയ്ത് അറിയിക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. നാളെ രാവിലെ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് വിവരം വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കിട്ടിയാലും ഇല്ലെങ്കിലും ഇത് അറിയിക്കുന്നു. നാളെ രാവിലെ ഇതേ ലിങ്കിൽ തന്നെ ക്ലാസ്സിൽ കയറുക. നാളെ കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് ബുധനാഴ്ചയാണ്. ചോദ്യങ്ങൾ ഇങ്ങനെ യൂട്യൂബിലൂടെ അല്ലാതൊക്കെ വന്നുകൊണ്ടിരിക്കും. ധാരാളം ചോദ്യങ്ങൾ പരിചയപ്പെടുക. ശ്രദ്ധിക്കേണ്ട കാര്യം കണക്കിലെ 20 ചോദ്യങ്ങൾ പിടിച്ചോളൂ, തീർത്തും. പിന്നൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല, ഗിഫ്റ്റഡ് ആയിക്കോളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നല്ലൊരു ദിവസം വരുന്നു. എല്ലാവരും USSന്റെ ഗിഫ്റ്റഡ് കുട്ടികളാകട്ടെ, അതാത് ജില്ലയിലെ അതാത് വിദ്യാഭ്യാസ ജില്ലയിലെ ഗിഫ്റ്റഡ് കുട്ടികളാകട്ടെ എന്ന് ആശംസിക്കുന്നു. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.